എവ്രിവൺ, മക്കളെ നോക്കടാ, നമ്മള് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മിസ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, നമുക്കറിയാം നമ്മളെ പാഠം കഴിഞ്ഞപ്പോൾ എല്ലാവരും മഴയൊക്കെ കഴിഞ്ഞ് സേഫായി നിന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ആ പാടത്തിൽ വരുന്നുണ്ട്. അതാരേനും നമ്മുടെ മഷ്റൂമിന്റെ മേലെ കയറിയിരുന്നത് ആരായിരുന്നു? യെസ്, നമ്മുടെ ഫ്രോഗ് ആയിരുന്നു അല്ലേ. നമ്മുടെ ഫ്രോഗ് അവിടെ അങ്ങനെ കയറി ഇരുന്നിട്ടില്ല. അപ്പൊ എല്ലാവരും നോക്കി, ഇത് ആരപ്പത് മഷ്റൂമിന്റെ മേലെ ആരാ ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും ചിരി കേട്ട് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ദേ നോക്കുമ്പോ ആരാ? ഇറ്റ് ഈസ് എ ഫ്രോഗ്. അപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല നമ്മുടെ ആന്റിനോ, നമ്മുടെ മൗസിനോ, നമ്മുടെ എന്താ പറയാ റാബിറ്റിനോ, നമ്മുടെ സ്പാരോക്കോ ആർക്കും അറിയില്ല ഇത് ആരാ ഈ ചിരിക്കുന്നത്, ഹ ഹ ഹ ഹ പറഞ്ഞ് ചിരിക്കുന്നത് ആരാന്നുള്ളത് അറിയില്ല. അപ്പൊ ഫ്രോഗ് തന്നെ എന്ത് ചെയ്യാൻ പോവാ? ഓരെ പരിചയപ്പെടുത്താൻ പോവാ. ഫ്രോഗിന് സ്വയം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ പോവാണ് അല്ലേ ഫ്രോഗ്. ഇവിടെ നോക്ക്, the friends a frog on the top of the mushroom. Who are you? നിങ്ങൾ ആരാ? നോക്ക്, they asked, അവർ ചോദിച്ച് നിങ്ങൾ ആരാന്ന് ചോദിച്ച്. the frog introduced himself. അപ്പൊ ഫ്രോഗ് എന്ത് ചെയ്ത്? ഫ്രോഗിനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ വന്നു കേട്ടോ. what will the frog say about him? എന്താണ് നമ്മുടെ ഫ്രോഗിനെ കുറിച്ച് പറയാ? that is the question. എന്തൊക്കെ പറയണോ? നമ്മൾ നേരത്തെ ഒരു ബട്ടർഫ്ലൈനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത്, ആൻഡിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതാ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രോഗിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങള്, ഹായ് ഫ്രണ്ട്സ് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഐ എം എ ഫ്രോഗ്. ഞാൻ ആരാ? ഫ്രോഗ് അല്ലേ. ഐ എം എ ഫ്രോഗ്. അപ്പൊ ഫ്രോഗ് പറയണ, ഹായ് ഫ്രണ്ട്സ്, ഐ എം എ ഫ്രോഗ്. ഞാൻ ആരാണ്? ഞാനൊരു തവളയാണ്. ഐ എം ഗ്രീൻ ഇൻ കളർ. എന്നെ കാണാൻ ഏത് നിറമാണ് ഉള്ളത്? എന്നെ കാണാൻ പച്ച നിറമാണ് അല്ലേ. ഐ എം ഗ്രീൻ ഇൻ കളർ. ഐ ലവ് ടു ജംപ്. എന്താ? എനിക്ക് ജമ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ടു സ്വിം. എനിക്ക് സ്വിം ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ക്യാച്ച് ഇൻസെക്ട്സ് അല്ലേ. എനിക്ക് എന്താണ്? ഞാൻ എന്ത് ചെയ്യും? പ്രാണികളൊക്കെ ഇങ്ങനെ നാവ് നീട്ടി എന്ത് ചെയ്യും? പ്രാണികളൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യും അല്ലേ. അപ്പൊ പ്രാണികളൊക്കെ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഇൻസെക്ട്സിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കും അല്ലേ. പ്രാണികളൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കഴിക്കാറുണ്ട്. ഐ എം എ സ്മോൾ ആനിമൽ. ഞാൻ എന്താ വലിയ ആനിമൽ ഒന്നും കേട്ടോ, ഞാൻ സ്മോൾ ആനിമൽ ആണ്. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഐ എം എ മജീഷ്യൻ. ഞാൻ മജീഷ്യനെ പോലെ. എന്താ? എനിക്ക് വെള്ളത്തിന് ജീവിക്കാൻ പറ്റും, അതേപോലെ ലാൻഡിലും ജീവിക്കാൻ പറ്റും. എനിക്ക് എന്ത് സാധിക്കും? എനിക്ക് വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കും. എനിക്ക് എന്തും പറ്റും? ലാൻഡിലും പറ്റും. എനിക്ക് വെള്ളത്തിലും ജീവിക്കാൻ സാധിക്കാൻ പറ്റും. വെള്ളത്തിലും ജീവിക്കാം, എനിക്ക് ലാൻഡിലും ജീവിക്കാൻ പറ്റും. സോ ഐ എം ലൈക്ക് എ മജീഷ്യൻ. ഞാൻ ആരെ പോലെയാ? ഞാനൊരു മജീഷ്യനെ പോലെയാണ്. സോ ഇങ്ങനെ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. എന്താണ് ആനിമൽ എന്ന് എഴുതണം. ആനിമലിന്റെ കളർ നമ്മൾ മെൻഷൻ ചെയ്യണം. ആ ആനിമലിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ പറയണം. അപ്പൊ നമ്മുടെ ഉത്തരം സെറ്റായി. അങ്ങനെ നിങ്ങൾ എഴുതിയ പിന്നെ ഒന്നും നോക്കണ്ട, സ്റ്റാർ നിങ്ങൾക്ക് എന്താണ്? പേപ്പർ ടിക് 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 സ്റ്റാർ കിട്ടും. ഓക്കെ, താങ്ക് യു.